ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പെട്ടെന്ന് ഒരു കറിയില്ലാതെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടലിനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതും എടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സാക്കി ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/4 സ്പൂൺ ഈസ്റ്റും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ആ വെള്ളമാണ് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആ വെള്ളം തികയണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. പിന്നെ ഇത് മൈദ ചേർന്ന ഒരു നിർബന്ധമില്ല, ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ എണ്ണ കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുക്കുമ്പോൾ ഇത് കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതെടുത്തേക്ക് അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതി, ബട്ടറോ എണ്ണ തടവി കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ എണ്ണ തടവി കൊടുത്ത ശേഷം ഇത് നേരെ അതിലേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുള്ള അത് ഉപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നേരത്തായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. പഞ്ചസാര കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഹോളാക്കി എടുക്കുക കേട്ടോ. ഒരു ഇറുക്കൾ വെച്ച് കുത്തി ഒന്ന് ഹോളാക്കി എടുക്കാം. ഇന്നിപ്പോൾ അതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ എടുത്ത ശേഷം അത് നേരെ അതിലേക്കൊന്ന് അതെ ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് മൊത്തത്തിലൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ കുറച്ചുകൂടി ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ചീസ് നമുക്കിതിൽ 2 ലെയർ പോലെയൊക്കെ നടുക്ക് ചീസ് അങ്ങനെയൊക്കെ പലതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ള് ചേർക്കാം. കറുത്ത എള്ളോ വെളുത്തുള്ളോ ഉണ്ടെങ്കിൽ അത് നമുക്കിതിൻ്റെ മേലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കിയതിൻ്റെ ശേഷം കറുത്ത എള്ള് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നത് കാണുന്നൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ പഴയ ഒരു പാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇത്. എന്നിട്ട് അത് നേരെ ആ ഫ്രൈ പാനിലേക്ക് ഇതങ്ങൾ എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഴയ പാൻ എടുത്താൽ മതി. കാരണം നമ്മൾ ഹീറ്റ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ പാന് ചീത്തയായപ്പോൾ അതുകൊണ്ടാണ് പഴയ പാൻ എടുക്കാനായിട്ട് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായി ചൂടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഫ്ലെയിമിലേക്ക് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, ഇങ്ങനെ അങ്ങ് വെച്ച ശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ. ഇത് വെക്കുന്ന വരെ ഹൈ ഫ്ലെയിം ആയിരിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒരു ഈർക്കിളിട്ട് കുത്തി നോക്കുക. അപ്പം നമുക്കത് വെന്തോ ഇല്ലെന്ന്. ഈർക്കിൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല, ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതേ സംഭവം ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ഓൾറെഡി ഓയിലൊക്കെ ആക്കിയതുകൊണ്ട് അത് ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതേ ഇത് കണ്ടോ, നമ്മൾ ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണമൊക്കെ കഴിച്ചാൽ തന്നെ രാവിലെ ധാരാളമാണ്. അപ്പോൾ ഒരു ഇത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 4 പേർക്ക് നമുക്ക് 4 പീസാക്കി മുറിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സമയമൊന്നും വേണ്ട. ഈ മാവൊക്കെ രാത്രി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ വെച്ച് വന്ന് പരത്തേണ്ടാക്കി കിടന്ന് തന്നെ 15 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കുഴച്ച് മൂടി വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതങ്ങോട്ട് പരത്തി വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയായി കറിയുടെ ആവശ്യമില്ല. നല്ല ചൂടാട്ടോ. അതിനിപ്പോൾ ഞാൻ ഉടനെ തന്നെ എടുക്കാണ്ട് കൈ പൊള്ളുന്നുണ്ട്. എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. നല്ല ചൂടാണത്. നല്ല സ്മൂത്തുമാണ്, നല്ല ടേസ്റ്റുമാണ് സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ആവി പറക്കണമുണ്ട്, നല്ല ടേസ്റ്റ്. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ്. അപ്പോൾ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.